ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ടിരിക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്നാണിപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പാർട്ടി ഏതായാലും വേണ്ടില്ല, അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാൽ മതി, ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാൽ മതി എന്നാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു വളരെ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശബരിമലയിൽ കൊടി മാറ്റിയത് സംബന്ധിച്ച്, അതായത് പഴയ കൊടി മരം മാറ്റിയത് സംബന്ധിച്ച് കൃത്യമായിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്വർണം കൊടുത്തിട്ടുണ്ട്, മോഹൻലാൽ കൊടുത്തിട്ടുണ്ട്, രഞ്ജിത്ത് പണിക്കർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഷാജി കൈലാസും കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ അവിടെ കണക്കുണ്ട്. അതിൽ അവിടുത്തെ ദേവസ്വം ബോർഡ് മെമ്പറായ അജയ് തറയിലിന് യാതൊരു ബന്ധവുമില്ല, ഗോപാലകൃഷ്ണേട്ടനും ഒരു ബന്ധവുമില്ല. അത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നോക്കിയ കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും അതേപോലെ അഡ്വക്കേറ്റ് കമ്മീഷണറും എല്ലാം കൂടി ചേർന്നിട്ടാണ് നടത്തിയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അവർക്ക് മാത്രമേ അധികാരമുള്ളൂ, പിന്നെ ഇങ്ങനെയാണ് ഇവർക്കാവുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു UDF-നെ. അതിനർത്ഥം അടുത്ത ഭരണം UDF-നാണ് എന്ന് കൃത്യമായി അറിയുന്ന അദ്ദേഹം മുമ്പ് കേരളത്തിന് മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിച്ചെങ്കിലും അത് എവിടെ എത്താൻ പോണില്ല. തൃശ്ശൂരിലാണെങ്കിലും ജയിക്കും എന്നുള്ള പ്രതീക്ഷയില്ല. കാരണം കഴിഞ്ഞ തവണ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അദ്ദേഹം വലിയ മഹാനാണെന്ന് വരുത്തിച്ച് ഏത് പാവപ്പെട്ടൻ്റെ വീട്ടിലും ചെന്ന് അവർക്ക് സഹായം ചെയ്യുന്ന ഒരാളാണെന്നുള്ളതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പല ആളുകളോടുള്ള പെരുമാറ്റം, യാന്ത്രികമായ പെരുമാറ്റം എല്ലാവർക്കും ഇപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമാണ് അദ്ദേഹം. ഏറ്റവും പ്രധാനപ്പെട്ട എയിംസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇതാ വരുന്നു പറഞ്ഞിട്ട് ഇത്തവണ നിയമസഭാ ഇലക്ഷന് മുമ്പല്ലേ എയിംസ് വരേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ് ഒരു വില പോലും സുരേഷ് ഗോപിക്ക് കൊടുത്തില്ല. അത് അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായിരുന്നു. മാത്രമല്ല അതിവേഗ റെയിൽവേ കൊണ്ടുവരുന്ന അദ്ദേഹം നാഴിക്ക് 40 വട്ടം പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു അറ്റം പോലും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സുരേഷ് ഗോപിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ യാതൊരു സ്വാധീനവുമില്ല, അദ്ദേഹത്തിന് യാതൊരു വിലയുമില്ല. മുമ്പ് ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയെ ഉപയോഗിച്ചു BJP. പക്ഷേ അതിനുശേഷം BJP അണികൾ പോലും അവിടുന്ന് കൊഴിഞ്ഞു പോയി. കാരണം ഇദ്ദേഹത്തിൻ്റെ ധിക്കാരപരമായ പെരുമാറ്റം കൊണ്ടാണ്. അദ്ദേഹം ജയിച്ച പാടെ എന്താ പറഞ്ഞത്? ഇനി എന്നെ കാണാൻ വരുന്നവർ BJP ഇവിടുത്തെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെ കണ്ടാൽ മതി എന്നാണ്. ഇതിലപ്പുറം നാണക്കേടുണ്ടോ? അദ്ദേഹം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ MP ആയി കഴിഞ്ഞാൽ MP കാണേണ്ടടുത്ത് തൃശ്ശൂരിലെ BJP പ്രസിഡന്റിനെ കണ്ടാൽ മതിയോ? പല പാർട്ടികൾ, പല മതക്കാർ, മതജാതികൾ, ഇവരൊക്കെ BJP പ്രസിഡന്റിനെയാണ് കാണേണ്ടത്. അതിനർത്ഥം അദ്ദേഹം ജനാധിപത്യത്തെ ബോധത്തെപ്പറ്റി അദ്ദേഹത്തിന് അറിയില്ല, രാജാധിപത്യത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹം അറിയുക. രാജാധിപത്യത്തിൽ അവിടെ പോയി കണ്ടാൽ മതി എന്ന് പറയാം. അപ്പോൾ ജനാധിപത്യത്തിൽ ആ MP-ക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമുള്ള MP എന്താ പറഞ്ഞത്? എന്നെ കാണണ്ട നീ എന്ന് പറഞ്ഞു. എന്തൊരു വൃത്തികേടാണ് അദ്ദേഹം പറയുന്നത്. ആ വൃത്തികേട് പറഞ്ഞോടുകൂടി BJP അണികൾ പോലും അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ പോകണം, മാർക്സിസ്റ്റുകാർക്ക് പോകേണ്ടി വരും, ഇവർക്കൊക്കെ പോകേണ്ടി വരും MP-നെ കാണാൻ. ഇപ്പം BJP പ്രസിഡന്റ് ആരുടെ പോയി കാണുമോ? അവർക്ക് കൈക്കൂലി വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം. അല്ലാതെ അതോടുകൂടിയിട്ട് അവിടുത്തെ തൃശ്ശൂരിൽ ജനങ്ങൾ കംപ്ലീറ്റ് BJP-ന്ന് അകന്നുപോയി. പ്രാവശ്യം ഏതെങ്കിലും വോട്ട് കിട്ടിയോടെ? പ്രാവശ്യം ഏതെങ്കിലും സീറ്റ് കിട്ടിയോ? 36 ഡിവിഷനുകളിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക്. 36 പോയിട്ട് അതിൻ്റെ ഒരു അംശം പോലും കിട്ടിയില്ല. ഒരൊറ്റ നിയോജകമണ്ഡലം ഭൂരിപക്ഷം, 7 നിയോജകമണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷമായിരുന്നു. ഗുരുവായൂർ മാത്രമായിരുന്നു ഭൂരിപക്ഷം ഇല്ലാതെയായത്. അവിടെ മാത്രം മുരളീധരന് ഒരു ഭൂരിപക്ഷം ഉണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും UDF-ന് ഇദ്ദേഹത്തിനായിരുന്നു ഭൂരിപക്ഷം. പക്ഷെ ഇത്തവണ എല്ലാം പോയി, കൈവിട്ട് പോയി. അതിന് അർത്ഥം എന്താ? സുരേഷ് ഗോപിയുടെ ഇമേജ് മുകളിൽ നിന്ന് താഴത്തേക്ക് വീണു. അദ്ദേഹം ഒരു മണ്ണാങ്കട്ടയുമല്ല എന്ന് ജനങ്ങൾ മുന്നിൽ തെളിയിച്ചതാണ്. ഇപ്പം കോപ്രായം ഇങ്ങനെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം പുതിയ അഭ്യാസമായി ഇറങ്ങിയിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്, നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ്. വിഴിഞ്ഞം പോർട്ട് ഇവിടെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണെന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമം, K. ബാബു എന്ന് പറയുന്ന മന്ത്രിയുടെ പരിശ്രമമാണ് കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി പല ആളുകളും പലതരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പലതരത്തിൽ പല ആളുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ക്രെഡിറ്റ് കിട്ടാൻ ശ്രമിക്കുന്ന അവർക്ക് യാതൊരു തരത്തിലും ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്. ഞാനാണ് പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനൊരു അടിമയായിട്ട് എക്കാലവും ഉണ്ടാകും. അതെ, എയിംസിനെ പറ്റി മിണ്ടാറില്ലല്ലോ വരുമ്പോൾ. അതെന്താ പറയാത്തത്? തൃശ്ശൂർ പൂരത്തെ പറ്റി മൂപ്പര് അറിയില്ലേ? ഏത് വണ്ടിയിലാണ് പോയി? സുരേഷ് ഗോപിക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു, തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് മെട്രോ. അതുണ്ടാവുമായിരിക്കാം. കാലം കഴിഞ്ഞിട്ട് ഒരു 10-100 വർഷം കഴിഞ്ഞിട്ട്, 10-50 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാവുമായിരിക്കും. എല്ലാം നമ്മൾ പറയണ്ട, ചില 10-20 വർഷം കഴിഞ്ഞ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം
അദ്ദേഹത്തിന് UDF ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. UDF പ്രമുഖരായ ആളുകളായിട്ട് ചർച്ച നടക്കുന്നു. അത് ശക്തമായി നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ BJP നേതാക്കന്മാർ എല്ലാവരും തന്നെ സുരേഷ് ഗോപിക്കെതിരാണ്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന രാജാവിനെ അംഗീകരിക്കാൻ ഇവർക്കാർക്കും, അദ്ദേഹത്തിന് അഹങ്കാരത്തെ അംഗീകരിക്കാൻ ഇവർക്കാർക്കും താല്പര്യമില്ല. അവർ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ഒന്നിനും അടുപ്പിക്കാറില്ല. സുരേഷ് ഗോപിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളാണ് നടത്താറ്. പിന്നെ വല്ല മോഡിയിട്ട് വരുന്നവരൊന്ന് പ്രദർശന വസ്തുവായിട്ട് മാത്രമാണ് പക്ഷെ ക്ഷണിക്കാറുള്ളത്. സുരേഷ് ഗോപി വരെ ആരും വില വെക്കാറുമില്ല. ഞാൻ എൻ്റെ വോട്ട്, എൻ്റെ സ്വാധീനം കൊണ്ട് വോട്ട് കിട്ടി, BJPക്ക് ഒരു സ്വാധീനം എവിടെയില്ല, തൃശ്ശൂരിലില്ല എന്ന് പറഞ്ഞ് തെളിയിച്ചു. എന്തായാലും ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ട്, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം, അതിനെ നിങ്ങൾ ഒരിക്കലും പുച്ഛിച്ച് കാണരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് പറഞ്ഞത്. അദ്ദേഹം UDF രംഗപ്രവേശമാണ്. അദ്ദേഹത്തിന് UDF വഴി അവിടെ അത് മാത്രം കിട്ടിയാൽ മതി. MP വേണ്ട, MLA ആവണ്ട, മന്ത്രി ആവണ്ട, മുഖ്യമന്ത്രി ആവണ്ട. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവിടെ പ്രശ്നം വരുന്നതിനുള്ളൂ. എനിക്ക് ആപ്പാട് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലല്ലോ. VD സതീശൻ അത് അംഗീകരിച്ചു കൊടുക്കും, രമേശ് ചെന്നിത്തല അംഗീകരിച്ചു കൊടുക്കും. കാരണം ഇന്നലെ വരെ അദ്ദേഹത്തിനെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആരാധകരും കൊണ്ട് പോരുമല്ലോ. കമ്മീഷണർ സിനിമ കണ്ടിട്ടുള്ള എപ്പോഴും വിശ്വസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ പ്രകീർത്തിക്കുന്ന, അംഗീകരിക്കുന്ന, ആരാധിക്കുന്ന പതിനായിരങ്ങളുണ്ട്. അവർ ആ വോട്ടും കൊണ്ട് വരുമല്ലോ. രമേശ് ചെന്നിത്തലേൻ്റെയും VD സതീശൻ്റെ തന്ത്രങ്ങൾ അതാണല്ലോ. അതുകൊണ്ടല്ലേ അവർ കൃത്യമായി പ്ലാനും പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ സുരേഷ് ഗോപി UDF വന്നാൽ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കാൻ ആർക്കത്ര വിരോധം, സപ്പോർട്ട് ചെയ്യും. അടുത്ത മന്ത്രിസഭ വരുന്ന UDF ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി 5 വർഷം കൂടി കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എത്ര വയസ്സായി തീരും? വയസ്സ് മാറും. അന്ന് ഇത്രയും ആരോഗ്യം ഉണ്ടാവും എന്നറിയാം, എന്താ അസുഖം പിടിപ്പെടുമെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ മോഹം പൂർത്തീകരിക്കാൻ ഏറ്റവും നല്ലത് UDF ചേരുക എന്നുള്ള അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതിന് ചില ആളുകളായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹം ശബരിമല വിവാദത്തിൽ കൃത്യമായി സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. അവിടെ കൊടിമര വിവാദത്തിൽ അജയ് തറയലിനോ പ്രയാർ ഗോപാലകൃഷ്ണനോ യാതൊരു ബന്ധവുമില്ല. അതിൽ അവർ കള്ളത്തരം കാണിച്ചില്ല, അത് സത്യമാണ്. നമ്മളെ ഗോവിന്ദമാഷ് പറഞ്ഞത് എന്താ പറഞ്ഞത്, ഈ കൊടിമരത്തിൽ കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിച്ചത് UDF ആണെന്ന്. അത് തെറ്റാണ്. അവിടെ 2014 ദേവപ്രശ്നത്തിലാണ് 3 നമ്പൂരിമാർ കൂടി കണ്ട ദേവപ്രശ്നത്തിലാണ് അതിന് പ്രശ്നമുണ്ടെന്ന് കണ്ടതും അതിനനുസരിച്ച് ഹൈക്കോടതി ഉത്തരവ് വാങ്ങുകയും 3 പേരുടെ തിരുവാഭരണ കമ്മീഷന്റെ നേതൃത്വത്തിൽ അത് മാറ്റി പുതിയ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യാൻ തീരുമാനിച്ചത്. അതിൽ ഈ ദേവസ്വം ബോർഡിലെ ഇവർക്കൊന്നും പങ്കില്ല. പിന്നെ വിജിലൻസ്, അന്നത്തെ വിജിലൻസ് എല്ലാം അന്വേഷിച്ച് കൃത്യമാക്കിയതാണ്. ഇപ്പോഴത്തെ വിജിലൻസ് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം അതിൽ നമ്മൾ സുരേഷ് ഗോപി അംഗീകരിക്കുന്നു. അതേസമയത്ത് അദ്ദേഹം ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. എത്രയും വേഗം ഇപ്പം ഇലക്ഷന് മുമ്പ് UDF ചേരുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം അവർക്ക് ഇപ്പോഴേ ആവശ്യം. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം ഞാൻ UDF വരാതാണ് അവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. എന്തായാലും പലതും ഉള്ളിൽ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ലക്ഷ്യം കണ്ടിട്ടുകൊണ്ടാണല്ലോ പ്രവർത്തനം നടത്തുന്നത്, പ്ലാനും പ്രവർത്തനം. അതുകൊണ്ടല്ലേ BJP ഒരു MP ആയത്. അത് മോദിയുമായി അടുത്ത ബന്ധമുണ്ടാക്കാൻ അതുകൊണ്ട് കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഇപ്പം അതൊക്കെ പോയി. കാരണം ഇപ്പം മോഡീൻ്റെ മുന്നിൽ സുരേഷ് ഗോപി ഒന്നുമല്ല, എയിംസും ഇല്ല, അതിവേഗ റെയിലും ഇല്ല, അതോടുകൂടി എല്ലാം പോയി കഴിഞ്ഞു. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ആഗ്രഹം നടപ്പാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം UDF ഈ ഇലക്ഷന് മുമ്പായിട്ട് പെട്ടെന്നായിരിക്കും ചേരുക എന്നുള്ളൊക്കെ പ്രചരണമുണ്ട്.